ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഒരുപാടുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അവർക്ക് മാത്രമല്ല, ഇപ്പോഴും ലോങ് വീഡിയോ ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ യൂട്യൂബേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ. അപ്ലോഡിങ്ങിലായിക്കോട്ടെ ഒരുപാട് ഫീച്ചർ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഒരു പ്ലസ് ഐക്കൺ കാണുമല്ലോ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. അതിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള, അതായത് റെഡിയാക്കി വെച്ചിട്ടുള്ള ലോങ് വീഡിയോ ഉണ്ടാവുമല്ലോ, വീഡിയോ ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതന്നെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ ഒരു പെൻസിൽ ഐക്കൺ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമ്പനെയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാലറിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള തമ്പനെയിൽ ഉണ്ടാവുമല്ലോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തമ്പനെയിൽ വേണ്ട, അതിൽ തന്നെ വീഡിയോ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തമ്പനെയിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം താഴെ നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക കേട്ടോ, വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. അതിപ്പോൾ നിങ്ങളുടെ വീഡിയോ ഏത് തരത്തിലാണോ, കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ആ ഒരു തരത്തിൽ കൊടുക്കുക. ഇതിപ്പോൾ ഞാനത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമോജി യൂസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം ബാർ കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ യൂട്യൂബ് ID ഒന്ന് കൊടുക്കുക. ഞാനിപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെർച്ചിൽ നമ്മുടെ വീഡിയോ വരാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം താഴെ വിസിബിലിറ്റി കാണിക്കുന്നുണ്ടല്ലോ, വിസിബിലിറ്റി ഞാനിപ്പം ഒരു ടൈറ്റിൽ ഒന്നും കൂടി കൊടുത്ത് ക്ലിയർ ആക്കുകയാണ്. ഇമേജൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കുമ്പം തന്നെ അത് നീറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ പോലെ കാണിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം വിസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരു 1-2 മണിക്കൂറിന് മുമ്പേ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ പബ്ലിക് ആക്കാതെ ഒന്നുകിൽ അൺലിസ്റ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ടൈമും ഡേറ്റും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം സെലക്ട് ഓഡിയൻസ് കൊടുക്കുക കേട്ടോ. നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കുട്ടികളിൽ തന്നെ വീഡിയോ ഒതുങ്ങിപ്പോകും. അതിനുശേഷം ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ മാനിഫെസ്റ്റേഷൻ അതിനെക്കുറിച്ചിട്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഹാഷ്ടാഗാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇപ്പം മലയാളം ചാനലാണെങ്കിൽ മലയാളം എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ വീഡിയോ ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജ് അതിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെർച്ചിൽ വരാൻ പറ്റും. പിന്നെ ഫണ്ണി വീഡിയോ, കോമഡി, അതുപോലെ നമുക്ക് ഏത് തരത്തിലാണോ, ഏത് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ഒരുപാട് വാരി വലിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് കണക്കായിട്ട് കൊടുത്തതിന് ശേഷം ലൊക്കേഷൻ അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആഡ് ടു പ്ലേലിസ്റ്റ്, ഡണ്ണ് കൊടുക്കുക. പെയ്ഡ് പ്രൊമോഷൻ ബ്രാൻഡ്, നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള അല്ലെ പ്രൊമോഷൻ ആയിട്ടുള്ളതാണെങ്കിൽ ഓക്കെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കമ്മ്യൂണിറ്റി ചോദിക്കേണ്ട കൊലാബറേഷൻ, അതിപ്പോൾ നമ്മൾ കൊലാബ് വീഡിയോ ആണെങ്കിൽ തന്നെ അങ്ങനെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഡോണ്ട് അലൗ റിമിക്സിങ് ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ ഓഡിയോ റിമിക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അലൗ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ ഡോണ്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കണ്ടൻറ്റ് വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കണ്ടൻറ്റ് അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ എസ് കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യാം. അതിന് ശേഷം ഞാൻ ടാഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാഗ് അത് നിർബന്ധമൊന്നും ഇല്ല, ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. ഒരുപാടകം കൊടുക്കേണ്ട, 1-2 ടാഗ്സ് മാത്രം ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ടൻറ്റ് വീഡിയോ ആണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1-2 കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ചെയ്ത് കാണിക്കുന്നത്. നമുക്കിപ്പം ഡിസ്ക്രിപ്ഷൻ ആയാലും ഇതുപോലെ ടാഗ്സ് ആയാലും 1-2 കൊടുക്കുക, എന്നാലും നിർബന്ധമൊന്നുമില്ല കേട്ടോ കൊടുക്കണമെന്ന്. ലോങ് വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ട്, ഷോർട്സിന് അങ്ങനെ കൊടുക്കണമെന്നില്ല. എങ്കിലും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ചെയ്ത് കാണിക്കുന്നതാണേ. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് പോയപ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി അപ്ലോഡ് ചെയ്താന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബിലേക്ക് തന്നെ പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബാക്ക് സ്പേസ് അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ.
ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെയ്തു വെച്ച ഷെഡ്യൂളിൽ ആ ഒരു ടൈം ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അതിലേക്ക് വന്നോളും, ആ ഒരു ഡേറ്റ് ടൈമിൽ തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. അതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതും കൂടി കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ കറക്റ്റ് മെത്തേഡിലാണ് പോയിന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ YT സ്റ്റുഡിയോ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. കണ്ടൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ അത് ഓൾറെഡി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിലുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി ചെയ്തത്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ഓപ്ഷൻ അത് കണ്ടോ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ കാറ്റഗറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റ് കണ്ടന്റ് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറി നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗെയിമും കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നവരാണെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ ഒരു നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ടാഗ് എന്നല്ല, അപ്പോൾ അതിൽ അവർ വാട്സപ്പിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെ വ്യൂ കൂടില്ല. അപ്പോൾ അത് യൂട്യൂബിൽ തന്നെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ക്ലിക്ക് കൊടുക്കാതിരിക്കുക കേട്ടോ. അലൗ ഇല്ലത് ക്ലിക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അവരവിടുത്തെ യൂട്യൂബ് ചാനൽ തന്നെ പോയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം സേവ് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അവർ എൻ്റെ സ്ക്രീനിൽ നമ്മുടെ അടുത്ത വീഡിയോയുടെ ഒരു തുടക്കം പോലെ കാണിക്കാറില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓണാക്കിയതിന് ശേഷം ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് ഓണായിട്ട് നോക്കുക. അതിന് ശേഷം നമ്മുടെ സ്റ്റുഡിയോ ഓണാക്കി കൊടുക്കുക കേട്ടോ. ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോയുടെ എത്ര സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഓണാക്കിയപ്പോൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രൊഫൈലിൻ്റെ താഴെയായിട്ടുള്ള കണ്ടൻറ്റ് ഇല്ല, നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നമുക്കിതിൽ ഓണാക്കി കിട്ടും. അപ്പോൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആ ഫുൾ വീഡിയോ കാണാൻ പറ്റും. നമുക്ക് ഏത് വീഡിയോ ആണ് എൻ്റെ സ്ക്രീൻ കൊടുക്കേണ്ടത് അതാ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിലായിട്ട് നമ്മുടെ 2 വീഡിയോസ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല 2 വീഡിയോസിൻ്റെ ഇതിൽ തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു ഇതിൽ കൊടുക്കുക, ചെറിയൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലെ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ വ്യൂ കൂട്ടാനും സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ എന്താ പറയുക ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ എവിടെ നിന്ന് തൊട്ടാണോ ഈ ഒരു എൻ്റെ സ്ക്രീൻ അതിൽ നമ്മളെ കൊടുക്കേണ്ടത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു ബാർ ഐക്കൺ ഉണ്ടോ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ ഏത് ടൈമിലാണോ കൊടുക്കേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് സേവ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെയാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക്